Welcome to Learnino. So KSEB sub-engineer exam prepare ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മോഡ്യൂളിൽ നിന്നും അതിൽ എത്രയാണോ മാർക്ക് വെയിറ്റേജ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അത്രയും സെലക്റ്റഡ് ആയിട്ട് പല സോഴ്സുകളിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെയാണിത്. സോ ജസ്റ്റ് ബിഫോർ എക്സാം നിങ്ങൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ അതിന്റെ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഹിറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക. അതിൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Question number 1. If the current flowing through the conductor is 5 ampere, then electrons per second which flow in the conductor at any passage. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, 5 ആംപിയേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് വിച്ച് ഫ്ലോ ഇൻ ദ കണ്ടക്ടർ. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആകെ കൂടെ തന്നിട്ടുള്ളത് കറണ്ടും അറിയാം, പിന്നെ എത്ര പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ടൈമും അറിയാം. ഇത് വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കറണ്ട് നമുക്കറിയാം, ടൈം നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് Q is equal to N into E. ഓക്കെ, Q is equal to N into E. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസും E എന്ന് പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജും ആണ്. അതേപോലെ നമുക്ക് അറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് Q is equal to I into T. I എന്ന് പറയുന്നത് കറന്റ് ആണ്, then T എന്ന് പറയുന്നത് ടൈം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N is equal to IT എന്ന് കിട്ടും. അപ്പൊ E എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ്, I നമുക്ക് കറണ്ട് അറിയാം, ടൈമും അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer 31.35 into 10 raised to 18. ക്ലിയർ ആണല്ലോ? സോ അത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ട് വരാനൊന്നുമില്ല. നമുക്ക് ഇയുടെ വാല്യൂ നമുക്കറിയാം, 1.6 into 10 raised to -19. അത് ഡിനോമിനേറ്ററിലാണ് വരിക. I എന്ന് പറയുന്നത് 5 ആണ്, T എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 5 by 1.6 into 10 raised to -19 അത് മുകളിലേക്ക്, അത് ന്യൂമറേറ്ററിലേക്ക് വന്നപ്പോഴാണ് 10 raised to 18. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 31.35 into 10 raised to 18 എന്ന് കിട്ടുക. അപ്പൊ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതെന്ന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് ആ ഒരു പവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How much energy will be a 100-watt electric bulb spent in 2 hours? How much energy will be a 100-watt electric bulb spent in 2 hours? അത് വളരെ സിമ്പിൾ ആണ്. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം എന്നുള്ള ഒരു ജസ്റ്റ് എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. 100 വാട്ട് ആണ് പവർ തന്നിട്ടുണ്ട്, 2 അവർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ജൂൾസ് ആയതുകൊണ്ട് നമ്മൾ അവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the answer as 720 kilojoule. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, 720 kilojoules. അടുത്ത ക്വസ്റ്റ്യൻ. A circuit consists of 4 resistors, 5 ohm, 10 ohm, 20 ohm, 30 ohm, connected in parallel and supplied by a DC source of 100 volt. Which resistor among the 4 in the above circuit has the least value of current? 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 4 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സോഴ്സ് 100 വോൾട്ട് സോഴ്സും ഉണ്ട്. ഏത് റെസിസ്റ്ററിലൂടെ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യാന്നുള്ളത്? അപ്പൊ നമുക്കറിയാം 4 പാരലൽ ആയതുകൊണ്ട് 4 കൂടെ ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകും അല്ലെ. അപ്പൊ ഏതിലായിരിക്കും കുറവ് കറണ്ട് പോവാന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉള്ളതിൽ കൂടെ ആയിരിക്കും കുറച്ച് കറണ്ട്. I is equal to V by R ആണ്. സോ എല്ലാത്തിനെയും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ പാരലൽ ആയതുകൊണ്ട് അത് സെയിം ആയിരിക്കും. ഏതിനാണോ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉള്ളത് അതിൽ കൂടെ ആയിരിക്കും ഏറ്റവും കുറവ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The 30 ohm. ഓപ്ഷൻ എ will be the correct answer. Okay, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. A wire has a resistance of 12 ohm. It is bent in the form of an equilateral triangle. The effective resistance between any 2 corners of the triangle. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു
റെസിസ്റ്റൻസ് വയർ, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ് 12 ഓം തന്നിട്ടുണ്ട്. അതിനെ ബെൻഡ് ചെയ്തിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. അപ്പോ ആ അങ്ങനെ ആ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് കോർണറിന്റെ ഇടയിൽ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതിപ്പോ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിന്റെ ഈ വയറിനെയാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയത്. വയറിന്റെ റെസിസ്റ്റൻസ് 12 ഓം ആയിരുന്നു. അപ്പൊ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി കഴിഞ്ഞാൽ അതിലെ ഈ ഓരോ ആംസിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 12/3 ആയിരിക്കും. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ടോട്ടൽ ഇത് പറഞ്ഞു വയറിന്റെ റെസിസ്റ്റൻസ് 12 ഓം ആണെന്ന്. അപ്പോ ഓരോ ആമിന്റെ റെസിസ്റ്റൻസ് 12/3 ആയിരിക്കും. അതായത് 4 ഓംസ് ആയിരിക്കും. ഈ കാണിച്ചിട്ടുള്ളത് പോലെ ഓരോ ആമിലും 4 ഓം റെസിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? രണ്ട് കോർണറുകളുടെ ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോർണർ, ഇപ്പൊ ഏത് കോർണർ എടുത്താലും അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് 4 × 8, അതായത് ഇത് രണ്ടെണ്ണം നമ്മൾ സീരീസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 4 × 8 divided by 4 + 8 എന്ന് വരും. 4 × 8/4 + 8, that is 32/12, 8/3 ഓം എന്ന് വരും. അതായത് ഈ രണ്ട് കോർണറിന്റെ ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് that is 8/3 എന്ന് വരും. So option A is the correct answer. Question number 5. A light bulb is rated at 100 watt for 230 volt supply. Find the peak voltage of source. അപ്പോൾ ഒരു ലൈറ്റ് ബൾബ് 100 വാട്ട് 230 വോൾട്ട് സപ്ലൈ തന്നിട്ടുണ്ട്. അതിന്റെ പീക്ക് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് √2 × തന്നിട്ടുള്ള വോൾട്ടേജ് വാല്യൂ, ദാറ്റ് ഈസ് 230. √2 × 230, ദാറ്റ് ഈസ് 325.22 എന്ന് വരും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വോൾട്ടേജ് സോഴ്സ് ഹാവിംഗ് ആൻ ഇന്റേണൽ ഇംപെഡൻസ് ഓഫ് 8 + j 6 ohms supply power to a resistive load. So what should be the load resistance for maximum power transfer to it? So maximum power transfer, Z is equal to, ഇവിടെ നമുക്ക് ഇത് ഇമാജിനറി ആയിട്ട് ഇന്റേണൽ ഇംപെഡൻസ് ഇപ്പൊ RS + jXS എന്നുള്ള ഫോമിലാണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇവിടെ അറിയാം എന്താണ്, ZS is equal to RL. മാക്സിമം പവർ ട്രാൻസ്ഫർ ആണ് പറഞ്ഞിരിക്കുന്നത്. RL എന്ന് പറഞ്ഞത് √, അപ്പൊ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സോഴ്സ് ഇംപെഡൻസ് ഈക്വൽ ടു ലോഡ് ഇംപെഡൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ZS equal to RL എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് RLന്റെ വാല്യൂ എന്തായിരിക്കും? √RS² + XS² ആയിരിക്കും. അപ്പൊ √8² + 6² എന്ന് വരും, which is equal to നമുക്ക് എത്രയാ വരുന്നത്? That is 100 എന്ന് വരും. സോ 10 ohm. ആൻസർ 10 ohm ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയില്ലേ? അത് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ വേണം. അപ്പൊ അതുകൊണ്ടാണ് Z is equal to RL നമ്മൾ എടുത്തത്. then RL ന്റെ വാല്യൂ √RS² + XS² എടുക്കുക. ആൻഡ് that will be 100. √100, that is 10 ohm. Okay. Question number 7. Reciprocity theorem is applicable to a network. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. Containing R, L and C element. Second one, which is initially not a relaxed system, and third one having both dependent and independent sources. Which of the above is correct? So option A 1 only തന്നിട്ടുണ്ട്, option B 1 and B only, option C 2 and 3 only, and option D 1, 2 and 3. So reciprocity theorem is applicable to a network containing R, L and C element എന്നുള്ളതാണ് correct. So option A is the correct answer. Question number 8. A capacitor of 40 microfarad is charged with a potential difference of 500 volts. The charge acquired by the capacitor in coulombs. അപ്പൊ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Q = CV എന്നുള്ള ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കപ്പാസിറ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വോൾട്ടേജ് എത്രയാന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 40 × മൈക്രോഫാരഡ്സിനെ ഫാരഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻⁶ കൊടുക്കണം. into 500 volts ആണ്, which is equal to 0.02 coulomb എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി is the correct answer. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പ്രോബ്ലംസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ യൂണിറ്റ്സ് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓപ്ഷനിൽ നമ്മൾ യൂണിറ്റ് തെറ്റി എഴുതി കഴിഞ്ഞാൽ വരാവുന്ന ആൻസേഴ്സ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ യൂണിറ്റ്സ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് കൺവേർഷൻസ് നമ്മൾ ചെയ്യുന്നത് തെറ്റി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത്. കാരണം ആ ഓപ്ഷൻസ് ആൻസറിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, വളരെ ശ്രദ്ധിച്ച് മാത്രം പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കും. Q = CV നമുക്കറിയാം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞതുപോലെ യൂണിറ്റ് കൺവേർഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആൻസർ തെറ്റിപ്പോകും.
Question number 9. For dielectric, flux is proportional to option A, potential difference between electrode, option B, resistivity of medium, option C, rate of change of potential difference, and option D, rate of change of current. So for dielectric, flux it is proportional to potential difference between electrode. Option A is the correct answer. Okay. Another question, unit of magnetic field. Unit of magnetic field. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റിലേക്ക് ഒരു SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടെസ്റ്റ് ചെയ്യാണ്. പക്ഷേ ആ ഓപ്ഷൻസിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ഓപ്ഷൻസ് ആണ് അതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് ഇത് ക്വസ്റ്റ്യൻ റോങ് ആണ് എന്ന് നമ്മൾ വിചാരിച്ച് വെറുതെ ഇരുന്ന് നമ്മുടെ മാർക്ക് പോകുന്നേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാ ഓപ്ഷൻ തന്നിരിക്കുന്നത്? കിലോഗ്രാം ആംപിയർ റേസ് ടു -1, രണ്ടാമത്തെ ആംപിയർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2, മൂന്നാമത്തെ കിലോഗ്രാം സെക്കൻഡ് റേസ് ടു -2 ആംപിയർ റേസ് ടു -1 ആൻഡ് ഓപ്ഷൻ ഡി കിലോഗ്രാം ആംപിയർ സെക്കൻഡ് റേസ് ടു -2. ഇത് വളരെയധികം ചിന്തിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് B is equal to F by QV, അല്ലെങ്കിൽ നമ്മൾ F is equal to QV P sin theta എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, Q എന്ന് പറയുന്നത് ചാർജും, V എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? F is equal to M into A, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ. ചാർജ് എന്നുള്ളതിനെ കറന്റ് ഇൻറ്റു ടൈം എന്നും നമുക്ക് എഴുതിയാൽ V വെലോസിറ്റി ആണ്. V വെലോസിറ്റി ആണ്. ഇനി നോക്കൂ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കറന്റിന്റെ യൂണിറ്റ് ആംപിയർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്നതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി കിലോഗ്രാം വരും. ഈ ആംപിയർ മുകളിലേക്ക് പോയാൽ ആംപിയർ റേസ് ടു -1 വരും. ബാക്കി ഇവിടെ നമുക്ക് ഏതാ വരുന്നത്? ഇവിടെ ഒരു സെക്കൻഡ് സ്ക്വയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇതും. അപ്പൊ ഈ സെക്കൻഡും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റേസ്ഡ് ടു -2 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കിലോഗ്രാം സെക്കൻഡ് റേസ് ടു -2 ആംപിയർ റേസ് ടു -1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ കാര്യം നമ്മൾ കുറെ യൂണിറ്റുകൾ കാണാതെ പഠിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. കോൺസെപ്റ്റുകൾ നമുക്ക് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലെ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ചിന്തിച്ച് ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ തെർമോകപ്പിൾ ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. Its accuracy is very high as about 1%. It has linear scale because Diaz-Novel moment is used for measuring the output. It is an RF instrument and can be used for frequency up to about 50 megahertz, and it cannot be damaged by overload. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഹൈ ആക്യുറസി ആണെന്നുള്ളതും, അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് എൻ RF instrument and can be used for frequency up to about 50 megahertz. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ഡി is the correct answer. Question number 12, in a PMMC instrument, the final steady state deflection is proportional to I square ആണോ 1 by I ആണോ proportional to I ആണോ 1 by I square ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. I എന്ന് പറയുന്നത് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. So the final steady state deflection, it is proportional to I. Option C is the correct answer. Question number 13, in hot wire instrument, the deflection എന്തായിരിക്കും? Deflection theta is proportional to I square ആണ്, directly proportional to I square. Option D is the correct answer. Question number 14, with increase in temperature, magnetic susceptibility of a ferromagnetic material will be. ഒരു ferromagnetic മെറ്റീരിയലിന്റെ magnetic susceptibility temperature increase ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Temperature increase ചെയ്യുമ്പോൾ it decreases. With increase in temperature, the magnetic susceptibility of a ferromagnetic material will decrease. Option B is the correct answer. Question number 15, which one of the following is not a permanent magnetic material? ഇതിലെ permanent magnetic material അല്ലാത്തത് ഏതാണ്? Chromium steel, silicon iron, cobalt steel and alnico, and the correct answer is option B, silicon iron. Question number 16, an insulating material starts conducting when option A, temperature is raised to a very high level, option B, voltage applied exceeds the breakdown voltage, option C, either A or B, and option D, none of these. So an insulating material starts conducting when temperature is raised to a very high level, correct ആണ്. Voltage applied exceeds the breakdown voltage, രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ സി നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണും, ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ടു എ വെരി ഹൈ ലെവൽ, അത് കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ
അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ തെറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. കാരണം ഇതുപോലെ ചിലപ്പോൾ എയും ബിയും സിയും കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് ഓൾ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കേസിൽ നമ്മൾ ആൻസർ തെറ്റും. അതേപോലെ ഇതുപോലെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റ് ആയിട്ട് either എ ഓർ ബി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വരുമ്പോഴും നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചിട്ട് അത് കറക്റ്റ് ആൻസർ വന്നു എന്ന് വിചാരിച്ചിട്ട് വേഗം അത് പോയി മാർക്ക് ചെയ്യരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. Question number 17, match the list 1 with the list 2. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബേസ് ലോഡും പീക്ക് ലോഡും തന്നിട്ടുണ്ട്. then രണ്ടാമത്തെ ലിസ്റ്റിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്, ഗ്യാസ് പവർ പ്ലാന്റ്. ഓക്കെ, സോ നമ്മളിത് മാച്ച് ചെയ്യണം. അപ്പൊ എങ്ങനെയാ വരാം ഒന്ന് നോക്കാം. ബേസ് ലോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബേസ് ലോഡിലേക്ക് മാച്ച് ചെയ്യാം. അതേപോലെ ഡീസൽ പവർ പ്ലാന്റിൽ പീക്ക് ലോഡിലേക്കും ഗ്യാസ് പവർ പ്ലാന്റും നമുക്ക് പീക്ക് ലോഡിലേക്ക് മാർക്ക് ചെയ്യാം അല്ലെ. ഫസ്റ്റത്തെ 1 എന്ന് പറയുന്നത് ബേസ് ലോഡും അതുപോലെ ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറയുന്ന പീക്ക് ലോഡ്, ഗ്യാസ് പവർ പ്ലാന്റ് നമുക്ക് പീക്ക് ലോഡിലേക്ക് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. Question number 18, steam engine is based on which of the following thermodynamic cycle? Steam engine, it is based on Rankine cycle. Option A is the correct answer. Question number 19, in a thermal power station, typical heat balance sheet for a large turbine and surface condenser taken together is the percentage distribution of heat energy in statements: work done on thermal efficiency, second one friction and windage loss, 3 heat to circulating water, and 4 heat in condensate to be retained to the boiler. Okay, so the percentage amount of heat in the head state above in the decreasing order എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വരുന്നത് 3 ആയിരിക്കും. ഓക്കെ, 3 ആയിരിക്കും ആദ്യം വരിക. ഹീറ്റ് ടു സർക്കുലേറ്റിംഗ് വാട്ടർ, then 1 work done on thermal efficiency, then fourth one, then second one friction and windage losses. Okay, so ഇതായിരിക്കും അതിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ വരുന്ന പെർസെന്റേജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദ ഹെഡ്സ്. അതിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ വരുന്ന ഇതായിരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Question number 20, match list 1 and list 2 in respect of India's installed capacity of non-conventional energy as on date. Okay, so solar power, wind power, bagasse cogeneration, biomass power തന്നിട്ടുണ്ട്. ഈ bagasse cogeneration എന്ന് പറയുന്നത് ആക്ച്വലി ഷുഗർ കെയിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ബോയിലേഴ്സിൽ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആസ് പെർ ദ ഇൻഫർമേഷൻ നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്യാം. 1 എയിലേക്കായിരിക്കും 1 ബിയിലേക്കായിരിക്കും വരുന്നത്. Okay, solar power 1B, then wind power D, bagasse cogeneration is A, and biomass 4C. Okay, 1B, 2D, 3A, and 4C. Okay, so option D is correct answer. Question number 21, which type of solar cell gives the highest efficiency? Option A monocrystalline, option B polycrystalline germanium, option C thin filament, option D polycrystalline silicon, and the correct answer is option A monocrystalline. Question number 22, a consumer consumes 600 kilowatt-hour per day at a load factor of 0.5 without increasing the maximum demand. If the consumer increases the load factor to 0.8, the consumption of energy in kilowatt-hour would be. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഒരു ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, പിന്നെ കൺസ്യൂമർ ഇൻക്രീസസ് ലോഡ് ഫാക്ടർ ടു 0.8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമുക്ക് ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ജനറേറ്റഡ് എനർജി ബൈ പീക്ക് ലോഡ് ഇൻടു ടൈം എന്നുള്ള ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ജനറേറ്റഡ് എനർജി നമുക്ക് 600 തന്നിട്ടുണ്ട് പെർ ഡേ. അപ്പൊ ടൈം 24 ഹവറിൽ എടുക്കാം. അത് വെച്ച് പീക്ക് ലോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, പീക്ക് ലോഡ് കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് ലോഡ് ഫാക്ടർ ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ പീക്ക് ലോഡ് എന്നുള്ളത് വെച്ചിട്ട് രണ്ടാമത് 0.8 ഇൻക്രീസ് ചെയ്തിട്ടുള്ളതിൽ പീക്ക് ലോഡ് ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ 15 കിട്ടി, അത് വെച്ചിട്ട് ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് പെർ ഡേ എനർജി ആണ് കണ്ടുപിടിക്കുന്നത്, കൺസംപ്ഷൻ ഓഫ് എനർജി അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആവറേജ് ലോഡ് ഇൻറ്റു 24 ചെയ്താൽ മതി. അതായത് ഇപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂ 40 ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് 9060 കിലോവാട്ട് ഹവറിന് ആൻസർ കിട്ടും. So correct answer is option B. Option B is the correct answer.
Question number 23. Energy produced in a power station is 1440 megawatt hour per day. What is the maximum demand of the station if its load factor is 0.5? So, our energy തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് maximum demand ആണ്. അപ്പോൾ ആദ്യം average power കണ്ടുപിടിക്കാം. Average power എന്ന് പറയുമ്പോൾ energy by time. So 1440 into megawatt ലല്ലേ. അപ്പോൾ 10 raised to 6 divided by 24 ചെയ്താൽ നമുക്ക് average power കിട്ടും. പിന്നെ load factor is equal to average power by maximum demand എന്നുള്ള equation യൂസ് ചെയ്യാം. Maximum demand is equal to we will get 60 into 10 raised to 6 divided by എത്ര തന്നിരിക്കുന്നത് 0.5 ആണ് load factor. So 120. Option A ആണ് correct answer വരിക. Question number 24. By improving the power factor of the system, the kilowatt hour delivered by the generating stations decreases, does not change, increases and becomes 0. So by improving the power factor of the system, the kilowatt hour delivered by the generating station increases. Option C is the correct answer. Question number 25. What is the resultant of the area under daily load curve divided by 24? എന്തായിരിക്കും? It is the average load. Option A. Question number 26. In a system, if the base load is the same as the maximum demand, then the load factor will be equal to 1. And if the base load is same as maximum demand, load factor 1 ആയിരിക്കും. Option A is the correct answer. 27. In electrical system, when there is a fixed rate per unit of energy consumed, it is uniform rate tariff. Option C is the correct answer. 28. In a transmission system, the cost of lost energy directly proportional to square of current, directly proportional to square of voltage, inversely proportional to square of current and inversely proportional to square of voltage. Transmission system, the cost of lost energy is inversely proportional to square of voltage. Question number 29. For higher voltage three-phase transmission, option A, thick neutral wire is used, option B, thin neutral wire is used, and option C, no neutral wire is used. And option D, none of these. So option C is the correct answer. Question number 30. Corona affecting transmission can be detected by hissing sound, faint luminous glow which is blue in color and presence of ozone. So ഇതിൽ ഏതാണ് corona effect എങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ്. മൂന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ only 1 and 2, ബിയിൽ only 1 and 3, and option C 2 and 1, 2 and 3 എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി is the correct answer. Question number 31. Consider the following statement regarding corona. It causes radio interference, it attenuates lighting surges, it causes power loss, it is more prevalent in the middle conductor of a transmission line employing flat conductor configuration. Which of the above statements are correct? So ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ നോക്കാം. ഓപ്ഷൻ എയിൽ 1, 2 and 3, ഓപ്ഷൻ ബി 1, 2 and 4, and option C 1, 2, 3 and 4, and option D 3 and 4. So option C is the correct answer. 32. The material commonly used for sheets of underground cable: lead, steel, rubber, copper. Option A is the correct answer. Question number 33. The temperature in the oil circuit breaker may reach up to the arc temperature in the oil circuit breaker may reach up to 5000 Kelvin. Option A is the correct answer. 34. The highest current at a circuit breaker capable of breaking at recovery and restricting voltage. It is called as breaking capacity. 35. Resistance switching is normally employed in air blast circuit breaker ലാണ് resistance switching നമ്മൾ ചെയ്യുക. So option D is the correct answer. 36. If in a circuit breaker the length of an arc increases, then arc resistance ന് എന്ത് സംഭവിക്കും? Obviously arc resistance also increases. Length R is equal to rho L by E. So length increase ചെയ്യുമ്പോൾ resistance increase ചെയ്യും. Option A is the correct answer. 37. The term dash refers to measure the ability of measuring system to give the sample value for repeated measurement of the same value of the variable. It is repeatability. Reliability, repeatability, stability, sensitivity, 4 option ഉണ്ട്. So the term repeatability refers to the measure the ability of a measurement system to give the same value for repeated measurement of same value of variable. So option B is the correct answer. 38. A 3-turn 100 kilo ohm potentiometer with 1% linearity uses 30 volt supply. What is a potentiometer constant? എത്രയാണ് വരിക? So ഇത് കണ്ടുപിടിക്കാനായിട്ട് പൊട്ടൻഷ്യോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. സപ്ലൈ ഡിവൈഡഡ് ബൈ അതിന്റെ റെസിസ്റ്റൻസ് 100 കിലോ ഓം തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമ്മൾ അതിൽ കൂടെ ഉള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
So 0.3 milliampere current passing through the turns. 1% linearity means 1% total resistance ആണ്, which is equal to 1 kilo ohm. അപ്പോൾ corresponding potential drop എന്ന് പറയുന്നത് 1k into 0.3 വരും. Okay. So നമുക്ക് ഇവിടെ അറിയേണ്ടത് potentiometer constant ആണ്, which will be 0.1 volts per turn എന്ന് വരും. 0.1 volts, 0.3 volts divided by 3 turn അല്ലേ വന്നിരിക്കുന്നത്. So 0.1 volt per turn വരും. Option A is the correct answer. 39. Which of the following is not essential for working of an indicating instrument? Controlling torque, deflecting torque, damping torque and braking torque. So braking torque ആണ് essential അല്ലാത്തത്. ബാക്കിയെല്ലാം indicating instrument essential ആയിട്ടുള്ളതാണ്. Controlling torque, deflecting torque, damping torque. 40A 50 volt range voltmeter has a sensitivity of 20 kilo ohm per volt, the total resistance of the voltmeter. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 20 കിലോ ഓം പെർ വോൾട്ട് തന്നിട്ടുണ്ട്, 50 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ വി വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ as 1 മെഗാ ഓം. ഓപ്ഷൻ ഡി. 41. 2 voltmeter of same range, one moving and type and one other MC type are connected in parallel for measuring AC supply voltage. If the reading of MI type is 300 volt, then the reading of MC type എന്തായിരിക്കും? അത് 0 ആയിരിക്കും. Okay, ഒരേ റേഞ്ചിലുള്ളതാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. So MI ൽ 300 volt ആണെന്നുണ്ടെങ്കിൽ the reading of MC type it will be 0. Okay. Question number 42. Which instrument has a multiple shunt-on series resistance inside the meter? It is multi-range meter. Multiple shunt-on series resistance ഉള്ള multi-range meter ലാണ്. Okay. 43. An energy meter is designed to make 100 revolutions of disk for 1 unit of energy. The number of revolutions made by it when connected to a load carrying 40 ampere at 230 volt and 0.4 PF4 and hour is. But total power VI cos phi വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് വാല്യൂ? V is equal to the current 40 ampere തന്നിട്ടുണ്ട്, 230 volt ആണെന്നും തന്നിട്ടുണ്ട്, പവർ ഫാക്ടർ തന്നിരിക്കുന്നത് 0.4 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So after that 1 kilowatt എന്ന് പറഞ്ഞാൽ 100 revolutions ആണ്. So നമുക്കിവിടെ 3.68 kilowatt എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്ര റെവല്യൂഷൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. സോ ഇറ്റ് വിൽ ബി 1 കിലോവാട്ടിനാണ് 100 റെവല്യൂഷൻസ്. അപ്പൊ 3.68 ആവുമ്പോൾ ഇൻറ്റു 100 ദാറ്റ് ഈസ് 368 റെവല്യൂഷൻസ് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 44. The purpose of sync control in a CRO എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോക്ക് ദ ഡിസ്പ്ലേ ഓഫ് ദ സിഗ്നൽ. ഓപ്ഷൻ ബി. 45. The sweep generator of a CRO is used to produce. Sweep generator എന്തിനാണ്? Sawtooth voltage for the horizontal deflection of electron beam. Okay, the sweep generator of a CRO is used to produce sawtooth voltage for the horizontal deflection of electron beam. Option B is the correct answer. 46. Two equal voltage of same frequency applied to X and Y plate of CRO produces circle on the screen. The phase difference between the രണ്ടിന്റെയും തമ്മിലുള്ള phase difference 90 degree ആയിരിക്കും. 47. Consider the following statement with regard to Lissaj's pattern on the CRO. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത് it is a stationary pattern on the CRO. It is used for precise measurement of frequency of a voltage signal. The ratio between frequency of vertical and longitudinal voltage signal should be an integer to have steady Lissaj's pattern. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. So 1, 2 and 3 option D is the correct answer. 48. Rochelli salt is a crystalline material used in producing. എന്തിനാണ്? piezoelectric transducer produce ചെയ്യാനാണ് നമ്മൾ Rochelli salt യൂസ് ചെയ്യുക. So option C correct answer. Illumination of 1 lumen per square meter എന്താണ് അതിന് പറയുന്നത്? lumen meter ആണോ, lux ആണോ, foot candle ആണോ, candela ആണോ? It is lux. Illumination of 1 lumen per square meter is called as lux. Option B. 50. The level of illumination on a surface depends on candle power of the source, distance of the source, type of reflector used, and ambient temperature. It is ambient temperature. Option D. 51. The level of illumination from a 100-watt incandescent lamp will now increase by increasing supply voltage, increasing filament temperature, increasing glass shell diameter, and none of them. It is increasing glass shell diameter. Option C. 52. A 8-pole single-phase induction motor is running at 690 RPM. What is its slip with respect to forward and backward field respectively?
സോ ഇവിടെ നമുക്ക് പോൾ 8 തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 50 ഹെർട്സ്. അത് നമുക്ക് എടുക്കാം. അപ്പോ നമുക്കറിയാം ഈക്വൽ ടു 120 f/p അല്ലെ, അത് ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർവേഡ് ഫീൽഡ് സ്ലിപ്പ് നമുക്കത് ns മൈനസ് n/ns എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ 750 നമുക്ക് കിട്ടി, മൈനസ് 690 തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 750 0.08. തിരിച്ച് ബാക്ക്വേർഡ് സ്ലിപ്പ് ആകുമ്പോൾ 750 പ്ലസ് 690 ഡിവൈഡ് ബൈ 750 കിട്ടും, 1.92. അപ്പൊ ആ രണ്ട് വാല്യൂസും കിട്ടിയില്ലേ. ഫസ്റ്റ് അതിന്റെ ഓർഡർ നോക്കുക, ഫസ്റ്റ് ഓർഡർ തെറ്റി പോവരുത്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫോർവേഡ് ആണ് 0.08, ബാക്ക്വേർഡ് 1.92. 53 for a three-phase induction, the rotor power output is 18 kilowatt and the corresponding slip is 4%. What will be the rotor copper loss? എങ്ങനെ കണ്ടുപിടിക്കും? PRC by PMP, S by 1 minus S ചെയ്യാം അല്ലെ. S എന്ന് പറയുന്നത് 4% ആവുമ്പോൾ 0.04 എടുക്കാം, 0.04 എടുക്കാം. അപ്പൊ 0.04 ഡിവൈഡ് ബൈ 1 മൈനസ് S, 1 മൈനസ് 0.04, 1 മൈനസ് സ്ലിപ്പ് എടുക്കാം, ഇൻറ്റു 18 കിലോ വാട്ട് ആണ് പവർ തന്നിരിക്കുന്നത്. വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക, കാരണം വാട്ടിലാണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ 18 into 10⁻³ watt, that is 750 watt. Option B will be the correct answer. 54, the speed of rotor field flux with respect to stator in a 50 Hz 4-pole induction machine running at 1% slip. Synchronous speed 120 f/p, 120 into 50 divided by pole 4 ആണ് 1500. Option A. 55, match the following correctly. നമുക്ക് ഏതൊക്കെ തന്നിരിക്കുന്നത്? ഫസ്റ്റത്തെ ലിസ്റ്റിലെ DC സീരീസ് മോട്ടോർ, സ്പിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ, DC ഷണ്ട് മോട്ടോർ തന്നിട്ടുണ്ട്. ഷിയറിംഗ് ആൻഡ് പ്രസ്സിംഗ്, സെക്കൻഡ് വൺ ഹോളേജ് ആൻഡ് ഹോയിസ്റ്റിംഗ്, ആൻഡ് തേർഡ് വൺ റോളിംഗ് മില്ല്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് DC സീരീസ് മോട്ടോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളതാണ് അല്ലെ. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഈ ഹോളേജ് ആൻഡ് ഹോയിസ്റ്റിംഗ്, മൈനിങ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ അത് യൂസ് ചെയ്യും. അപ്പൊ DC സീരീസ് മോട്ടോർ നമുക്ക് 2 കൊടുക്കാം, A2 വരും. ദെൻ സെക്കൻഡ് വൺ സ്ക്യൂറൽ ഗേജ് ആൻഡ് ഇൻഡക്ഷൻ, സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ റോളിംഗ് മില്ലിലൊക്കെയാണ് വരുന്നത്. ആൻഡ് DC ഷണ്ട് മോട്ടോർ ആണ് ഷിയറിംഗ് ആൻഡ് പ്രസ്സിംഗ് വരുന്നത്. ഓക്കെ, സോ അതായിരിക്കും അതിന്റെ ഓർഡർ. ഓപ്ഷൻ ബി, A2, B3 and C1. Okay, so option B is the correct answer. 56, in the case of induction motor, the value of air gap flux density usually taken is 0.35 to 0.6 Weber per meter square. Option B is the correct answer. 57, the power input to a three-phase induction motor is 50 kilowatt. If the stator losses are 800 watt, then copper losses of rotor phase for 0.5% slip. ഇതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റർ ഇൻപുട്ട് 50 കിലോ വാട്ട്, അതിന് വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം, കാരണം നമുക്ക് ആൻസേഴ്സ് എല്ലാം വാട്ടിലാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റർ ലോസസ് തന്നിരിക്കുന്നത് 800 വാട്ട് ആണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? PG നമുക്ക് സ്റ്റേറ്റർ ഇൻപുട്ട് പവർ മൈനസ് സ്റ്റേറ്റർ ലോസ് എത്ര വരുന്നു നോക്കാം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എത്രയാ വരുന്നത്? നമുക്ക് ഇവിടെ 50 into 10⁻³ മൈനസ് 800 വരും. സോ ആ ഒരു ആൻസർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റോട്ടർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് നമുക്ക് സ്ലിപ്പ് തന്നിട്ടുണ്ട് അല്ലെ, 0.5. അപ്പൊ 0.5 ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.5% ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 0.005 into 49,200 ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. Copper loss 246 watt എന്ന് കിട്ടും. Okay. Question number 58, the torque developed in a three-phase induction motor will be maximum when its rotor circuit power factor becomes. It will be 0.707 leading, unity 0.8 lagging and 0.707 lagging. ഏതായിരിക്കും? 0.707 lagging ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി. 59, in the single phase reluctance motor, the air gap reluctance must vary as the rotor position changes with respect to stator field axis, must be same and is independent of rotor position, and the stator field axis must vary but the rotor position should not change with respect of stator field axis, and D, none of these. Option A, must vary as the rotor position changes with respect of stator field axis. Option A is the correct answer. 16, is stepper motor, the angular displacement
can be precisely controlled. It cannot be readily interfaced with a microcomputer-based controller. The angular displacement cannot be precisely controlled. It cannot be used for positioning of work tables and tools in NC machines. So, can be precisely controlled. The correct answer. Option A is the correct answer. 61 in stepper motor, moment of inertia is usually high. Starting current is high. Closed loop digital feedback control is not possible. Bidirectional control is possible. So in stepper motor, bidirectional control is possible. Option B. D is the correct answer. 62. Which one pair is correctly matched in the following options related to electric motor? അപ്പോൾ നമുക്ക് ലിസ്റ്റ് എയിൽ തന്നിരിക്കുന്നത് യൂണിവേഴ്സൽ മോട്ടർ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. എയിൽ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ മോട്ടർ, പുവർ പവർ ഫാക്ടർ, 2 phase AC servo motor, high inertia rotor, C under excited synchronous motor, leading power, then deep bar induction motor, low starting torque. Universal motor, poor power factor, അതാണ് correct ആയിട്ട് വരുന്നത്. Okay, option A. 63. A reluctance motor runs at. A reluctance motor runs at synchronous speed. Speed slightly less than synchronous speed. Half the synchronous speed. And option D, above the synchronous speed. So reluctance motor runs at synchronous speed. Option A. 64. Universal motor is one which is available universally, can be marketed internationally, can be operated either on DC or AC, runs dangerously high speed on no load. Universal motor എന്ന് പറയുന്നതുകൊണ്ട് it can be operated either in DC or AC ആയതുകൊണ്ടാണ് option C is the correct answer. 65. The V curve of a synchronous motor, constant power plot of motor current versus excitation, PF versus excitation, back EMF versus excitation, and field voltage versus excitation. It is motor current versus excitation. Option A. 66. An ideal synchronous motor has no starting torque because the rotor is made up of salient poles. Option B. Relative velocity between the stator and rotor MMF is 0. Relative velocity between the stator and rotor MMF is not 0. And option D. Rotor winding is highly reactive. Option C is the correct answer. Relative velocity between the stator and rotor MMF is not 0. 67. If the supply frequency of synchronous motor is 50 cycles per second, then the rotor must revolve at. Synchronous motor supply frequency 50 cycles per second ആണെങ്കിൽ rotor എങ്ങനെ revolve ചെയ്യുക 50 cycles per second ആയിരിക്കും. Option B is the correct answer. 68. An SCR is considered to be a semi-controlled device because it can be turned off but no on with a gate pulse. It conducts only during 1/2 cycle of the alternating current wave. It can be turned on but no off with the gate pulse, and it can be turned on only during 1/2 cycle of the alternating voltage. So it can be turned on ചെയ്യാൻ പറ്റും, semi controlled ആണ്. To be semi controlled device എന്ന് പറയുന്നത് it can be turned on but not off with the gate pulse. Option C is the correct answer. 69. GTO is an example of diode ആണോ, transistor ആണോ, thyristor ആണോ, resistor ആണോ? It is a thyristor. 70. Why does an SCR fail to turn off even when it is conducting mode and the reverse voltage is applied between anode and cathode? നമുക്ക് turn off ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കണ്ടക്ടിങ് മോഡിലാവുമ്പോൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. റീസൺ ആണ് പോസിറ്റീവ് വോൾട്ടേജ് is applied to gate, the reverse voltage is small, the anode current is more than the holding current, turn off time of SCR is large, and the reason anode current is more than the holding current എന്നുള്ളതാണ്. Option C. Question number 71. For an UJT employed for the triggering of an SCR, standoff ratio is 0.64 and the DC source voltage is 20 volt. The UJT would trigger when the emitter voltage is. So അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ, അതായത് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് which is equal to threshold voltage plus സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഇൻറ്റു VBB എന്നുള്ളതാണ് വരിക, ഡി സി സോഴ്സ് വോൾട്ടേജ് എന്നുള്ളതാണ് വരിക. സോ ഇതിൽ നമുക്ക് VT തന്നിട്ടുണ്ട് 0. VT എന്ന് പറയുന്നത് ദാറ്റ് ഈസ് VT ത്രഷോൾഡ് വോൾട്ടേജ് എന്നുള്ളത് 0.3 ആണ്. ദെൻ ഈറ്റ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ 0.64 തന്നിട്ടുണ്ട്. VBB എന്ന് പറയുന്നത് തന്നിട്ട് ഡി സി സോഴ്സ് വോൾട്ടേജ് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജർമീനിയത്തിന്റെ കേസിലാണ് നമുക്ക് ഈ ഒരു വാല്യൂ വരുന്നത് ഫോർ ത്രഷോൾഡ് വോൾട്ടേജ് 0.3 വോൾട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് ദ emitter voltage as 13.1. okay, option B is the correct answer. 72. When commutation is obtained by increasing the current density at a leading edge and decreasing the same at trailing edge, it is known as over commutation. 73. For an SCR, which of the following increases when a resistor is connected across its gate and cathode? Noise immunity ആണ് increase ചെയ്യുന്നത്, noise immunity of SCR. Option C.
74, this temper circuit is used in power electronics to reduce high dB by dB. 75 operating frequency in IGBT എത്രയാണ് വരുന്നത്? Around 50 kilohertz ആണ് വരുന്നത്. Question number 76. A single phase fully controlled bridge converter supplies a load drawing constant and ripple free load current. If the triggering angle is 30 degree, then the input power factor കണ്ടുപിടിക്കാൻ നമുക്ക് active power by apparent power എടുക്കാം. Then for fully controlled bridge converter V0 is equal to Vm by pi cos alpha. നമുക്ക് ഇവിടെ alpha തന്നിട്ട് triggering angle 30 degree substitute ചെയ്യാം. Then നമ്മൾ റിപ്പിൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ റിപ്പിൾ ഫ്രീ ആവുമ്പോൾ IS equal to I0 എടുക്കാം and VS equal to Vm by √2 എടുക്കാം. അപ്പോൾ ഇൻപുട്ട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ V0 I0 by VS IS അതിൽ √3 Vm by pi V0 ക്ക് കൊടുക്കാം by substitution. Okay, cos 30 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Vm by √2 into I0 കൊടുക്കാം. So √6 by pi എന്ന് കിട്ടും 0.78 വരും. 77, the most suitable solid state converter for controlling the speed of the three-phase squirrel cage motor at 25 Hz is. The most suitable solid state converter for controlling the speed of three-phase squirrel cage motor. It is cycloconverter. 78, the number of output pins of 8085 microprocessor. It is 27 output pins ആണ് 8085 microprocessor എന്നുള്ളത്. 79, the 8085 instruction that doubles the value in accumulator is XOR A, add A, sub A or A. It's add A. That doubles the accumulator value double ചെയ്യുന്നത് add A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ value add ആയിട്ട് double ആയിട്ട് വരും. Okay. It is option B. The length of the instruction in 8085 microprocessor is option A 32 bits, option B 24 bits, option C 8 bits and option D 16 bits. So length of instruction is 8 bit. 8085 microprocessor length of instruction is 8 bit. And question number 81, PID controller is also known as 3-term controller, proportional controller, 2-term controller, 4-term controller. It is 3-term controller, that is PID controller, option A. 82, in a PID controller, the offset has increased. The internal time constant has to be that so as to reduce offset. The internal time constant has to be increased. Offset reduce ചെയ്യാനായിട്ട്. Option A. 83, under low level injection assumption, the injected minority carrier current for an extrinsic semiconductor is essentially the diffusion current. Option A. 84, which of the following will serve as a donor impurity? Silicon donor impurity, boron, indium, germanium, antimony. It is antimony. 85, semiconductor diode has a 1.8 volt on its anode and minus 2.9 volt on its cathode. That is diode. It will be semiconductor diode has anode 1.8 and cathode minus 2.9. Diode will be conducting. Option B, conducting ആയിരിക്കും. 86, secondary breakdown occurs in BJT but not in MOSFET. Both BJT and MOSFET, MOSFET but not in BJT, none of this. BJT in down, MOSFET secondary breakdown illa. 87, input to a half-wave rectifier circuit is 50 Hz. What will be frequency of output frequency? Half-wave rectifier output frequency is same frequency, so 50 Hz. Option C is the correct answer. Question number 88, a transistor has a current gain of 0.99 in CB mode. Its current gain in CC mode is so beta is equal to alpha by 1 minus alpha. Direct substitute here, so current gain will be 1 plus beta. That is 100, option A. Next, BY127. It is a PNP transistor, NPN transistor, triac, semiconductor diode. This is semiconductor diode. BY127 is a semiconductor diode. Question number 90, the binary number designation of the rows and columns of K-map. Binary code, BCD code, gray code, XS3, gray code. Option C, 91, which of the following interrupt has a lower priority? RST 5.5, RST 7.5, TRAP, INTR. RST 5.5 ആണ് lowest priority വരുന്ന option A. 92, data is sent to take out in serial form are referred to as counter, adder, shift register. None of the above is shift register. 93, which of the following code is known as 8421 code? 8421 code, gray code, XS3 code, ASCII code and BCD code. It is BCD code. 94, input stage of power amplifier. Input stage of power amplifier front end. 95, which of the following components in transistor circuit is really responsible for harmonic distortion? Capacitor, resistor, transistor and inductance. It is transistor, option C. 96, frequency distortion occurs when dash is varied with the frequency.
Frequency distortion occurs when amplification is varied with the frequency. Option B. 97. In class C operation of an amplifier circuit, the collector current exists to 4. 360 degree of input wave, 180 degree of input wave, more than 180 degree of input wave, and less than 180 degree of input wave. So in class C operation, the collector current exists for less than 180 degree of input wave. Option D. Question number 98. An amplifier had a large AC input signal. Then the clipping occurs on both the peaks. Then output voltage will be nearly. ഒരു ആംപ്ലിഫയറിന് ലാർജ് എ സി ഇൻപുട്ട് സിഗ്നലാണ് രണ്ട് പീക്കിലും ക്ലിപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് ആണ് വരിക സൈൻ വേവ് സ്ക്വയർ വേവ് ട്രയാങ്കുലർ വേവ് നൺ ഓഫ് ദം ഇറ്റ് വിൽ ബി എ സ്ക്വയർ വേവ് 99 a two-phase servo motor has wound rotor similar to that in DC motor, wound and cage rotor. This two-phase servo motor has cage rotor. Option D. And the last question, preferred motor in electric shaver. Shaded pole motor, universal motor, hysteresis motor and reluctance motor. It is universal motor. So നമ്മൾ അങ്ങനെ 100 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മോഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് കഴിയട്ടെ. താങ്ക് യു.